ജോർദാനിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിലൊന്നായ മുഫഗാഫ് സൽത്തി എയർബേസിനെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ കൃത്യതയാർന്ന മിസൈൽ ആക്രമണം ആഗോള സൈനിക നിരീക്ഷകർക്കിടയിലും നയതന്ത്ര തലങ്ങളിലും വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന കടുപ്പമേറിയ തർക്കങ്ങളുടെയും പോരാട്ടങ്ങളുടെയും പശ്ചാത്തലത്തിൽ തങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക വിജയങ്ങളിൽ ഒന്നാണ് ഇതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെടുന്നു. അമേരിക്കൻ കരസേനയുടെയും വ്യോമസേനയുടെയും അഭിമാനവും അത്യന്താധുനികവുമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തെറിയാൻ കഴിഞ്ഞു എന്നതാണ് ഈ സംഭവ വികാസത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയുടെ താഡ് വ്യോമ പ്രതിരോധ ശൃംഖലയെ വിജയകരമായി പ്രഹരിക്കാൻ സാധിച്ചുവെന്ന വാർത്താ മേഖലയിലെ ആകാശ സുരക്ഷാ സമവാക്യത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ഇറാൻ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് മുഫഗാഫ് സൽത്തി വ്യോമതാവളത്തിൽ സ്ഥാപിച്ചിരുന്ന താഡ് സിസ്റ്റത്തിന്റെ അത്യാധുനിക റഡാർ ശൃംഖലയ്ക്ക് ആക്രമണത്തിൽ കനത്ത കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കുറഞ്ഞ ദൂരത്തിലും ഇടത്തരം ദൂരത്തിലും വരുന്ന ഭീഷണികളെ നേരിടുന്ന തന്ത്രപ്രധാനമായ പേട്രിയറ്റ് ബാറ്ററിയും ഡ്രോണുകളെയും റോക്കറ്റുകളെയും പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന സി-റാം റഡാർ സംവിധാനവും ഈ പ്രഹരത്തിൽ തകർക്കപ്പെട്ടതായി ആരോപിക്കപ്പെടുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മാത്രം ലക്ഷ്യമിടാതെ ബേസിന്റെ പ്രവർത്തനശേഷിയെ അടിമുടി തകർക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് ഇറാൻ ആസൂത്രണം ചെയ്തത്. ബേസിലെ ഇന്ധന സംഭരണശാലകൾ, ഹെലികോപ്റ്റർ ഉപകരണ ഡിപ്പോകൾ, ഹെലികോപ്റ്ററുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന ഫെസിലിറ്റികൾ എന്നിവയും ഈ കൃത്യതയാർന്ന മിസൈൽ വർഷത്തിൽ വലിയ തോതിൽ നശിക്കപ്പെട്ടതായി സൂചനകളുണ്ട്. മധ്യപൂർവേഷ്യയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന്റെ നട്ടലായി പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളിൽ പ്രമുഖ സ്ഥാനമാണ് ജോർദാനിലെ അസ്രാഖിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മുഫഗാഫ് സൽത്തി എയർബേസിനുള്ളത്. ലെവന്റ് മേഖലയിൽ US വ്യോമസേനയ്ക്ക് തന്ത്രപരമായ മേൽക്കൈ നൽകുന്ന ഈ താവളം പ്രാദേശികമായി നടക്കുന്ന നിരവധി സുരക്ഷാ ദൗത്യങ്ങളുടെ പ്രധാന ഏകോപന കേന്ദ്രം കൂടിയാണ്. അമേരിക്കൻ വ്യോമസേനയുടെ വിഖ്യാതമായ 332ാമത് എയർ എക്സ്പെഡിഷണറി വിങ്ങിന്റെ പ്രധാന കേന്ദ്രമാണ് ഈ വ്യോമസേനാ താവളം. ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരും നിരവധി യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഡ്രോൺ വ്യൂഹങ്ങളും ഈ താവളത്തിൽ സദാ സജ്ജമായി നിലയുറപ്പിച്ചിട്ടുള്ളതിനാൽ ഇവിടേക്ക് നടക്കുന്ന ആക്രമണങ്ങൾ അമേരിക്കയുടെ മൊത്തത്തിലുള്ള യുദ്ധശേഷിയെ നേരിട്ട് ബാധിക്കുന്നവയാണ്. അമേരിക്കൻ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ഉച്ചകോടിയായി വിലയിരുത്തപ്പെടുന്ന ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റത്തെ ലക്ഷ്യമിട്ടത് ഇറാൻ പിന്തുടരുന്ന തന്ത്രപരമായ മാറ്റത്തിന്റെ തെളിവാണ്. അന്തരീക്ഷത്തിന്റെ അറ്റത്ത് വെച്ച് തന്നെ ഉയർന്ന വേഗതയിൽ വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ കണ്ടെത്തി തകർത്തു കളയാൻ ശേഷിയുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണിത്. താഡ് സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിന്റെ ANTPY-2 റഡാർ ശൃംഖലയാണ്. ശത്രുക്കൾ തൊടുക്കുന്ന മിസൈലുകളെ നൂറുകണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം വെച്ച് തന്നെ തിരിച്ചറിയാനും അവയുടെ പാത കൃത്യമായി കണക്കാക്കാനും ഈ റഡാറുകൾക്ക് സാധിക്കുന്നത്. അതിനാൽ തന്നെ പ്രതിരോധ ശൃംഖലയുടെ കണ്ണുകൾ എന്നറിയപ്പെടുന്ന ഇത്തരം റഡാറുകൾക്ക് ആഘാതമേറ്റാൽ വ്യോമ പ്രതിരോധ സംവിധാനം അന്ധമായി മാറും. $100 കോടിയിലധികം വിലമതിക്കുന്ന ഉപകരണങ്ങളാണ് ഒരു താഡ് ബാറ്ററിയിൽ ഉൾപ്പെടുന്നത്. അതിൽ റഡാറിന്റെ മാത്രം നിർമ്മാണ ചെലവ് ഏതാണ്ട് $30 കോടിയിലധികമാണ്. അതിനാൽ ഇത്തരം ഒരു സംവിധാനം ആക്രമിക്കപ്പെടുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്താൽ അതുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം അതിഭീമമാണ്. അമേരിക്കൻ സൈന്യത്തിന്റെ പക്കൽ ആഗോളതലത്തിൽ വിരലിലെണ്ണാവുന്ന താഡ് ബാറ്ററികൾ മാത്രമാണുള്ളത്. ആവശ്യകതയേക്കാൾ കുറഞ്ഞ അളവിൽ മാത്രം ലഭ്യമായിട്ടുള്ള ഈ വ്യോമ പ്രതിരോധ യൂണിറ്റുകളിൽ ഒന്നിന് ക്ഷതമേൽക്കുന്നത് മേഖലയിലെ US സൈന്യത്തിന്റെ സുരക്ഷാ കവചത്തിൽ നികത്താനാവാത്ത വിടവ് സൃഷ്ടിക്കും. താഡ് റഡാർ പ്രവർത്തനരഹിതമായാൽ അതിന്റെ പരോക്ഷമായ പ്രഹരം നേരിടേണ്ടി വരുന്നത് പാട്രിയോട്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ്. ദീർഘദൂര ലക്ഷ്യങ്ങളെ തുടക്കത്തിലെ തിരിച്ചറിയാൻ സാധിക്കാതെ വരുമ്പോൾ താഴ്ന്ന ഉയരത്തിൽ വെച്ച് പാട്രിയോട്ട് സിസ്റ്റങ്ങളിലെ PAC-3 ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരികയും അവയുടെ ശേഖരം പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും. വർദ്ധിച്ചു വരുന്ന ഈ യുദ്ധ സാഹചര്യത്തിൽ ഇറാൻ വികസിപ്പിച്ചെടുത്ത മിസൈൽ സാങ്കേതിക വിദ്യയുടെ വികാസമാണ് ആക്രമണത്തിലൂടെ വെളിവാകുന്നത്. പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പുറമെ ദിശ തിരിച്ചുവിടാൻ സാധിക്കുന്നതും അത്യന്താധുനിക വ്യോമ പ്രതിരോധ റഡാറുകളെ വെട്ടിച്ച് മുന്നേറാൻ കഴിയുന്നതുമായ ആയുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ടെന്നാണ് വിശകലനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്ക് ഡ്രോണുകളും മിസൈലുകളും അയച്ച പ്രതിരോധ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന സാച്ചുറേഷൻ സ്ട്രൈക്ക് തന്ത്രവും ഇറാൻ കാര്യക്ഷമമായി പ്രയോഗിക്കുന്നുണ്ട്. വ്യാജ ലക്ഷ്യങ്ങൾ കാണിച്ച ഇന്റർസെപ്റ്റർ മിസൈലുകളെ തീർത്തു കളഞ്ഞ ശേഷം പ്രധാന റഡാറുകളെയും തന്ത്രപ്രധാനമായ കെട്ടിടങ്ങളെയും ലക്ഷ്യം വെക്കുന്ന രീതിയാണിത്.
ഈ ആക്രമണം പൂർണ്ണമായും സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ മധ്യപൂർവേഷ്യൻ മേഖലയിലെ അമേരിക്കൻ ശക്തി പ്രകടനങ്ങൾക്ക് അത് കനത്ത തിരിച്ചടിയാകും. തങ്ങളുടെ അത്യാധുനിക സുരക്ഷാ ശൃംഖലകൾക്ക് പോലും ഇറാന്റെ ഡ്രോൺ മിസൈൽ ശക്തിയെ പൂർണ്ണമായും തടയാൻ സാധിക്കുന്നില്ല എന്ന തിരിച്ചറിവ് സഖ്യരാഷ്ട്രങ്ങൾക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കും. യുദ്ധരംഗത്ത് ഇത്രയും ഭീമമായ സാമ്പത്തിക നഷ്ടവും സാങ്കേതിക തകർച്ചയും സംഭവിക്കുന്നത് വാഷിംഗ്ടണിലെ രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. വൻ തുക മുടക്കി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ വിന്യാസത്തെക്കുറിച്ചും കേടുപാടുകൾ സംഭവിച്ച റഡാറുകൾ വേഗത്തിൽ പകരം വെക്കുന്നതിലെ തടസ്സങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നേക്കാം. ജോർദാന്റെ നയതന്ത്ര നിലപാടുകളിലും ഈ സംഭവം വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. സ്വന്തം പരമാധികാരം സംരക്ഷിക്കാനും മേഖലയിൽ സുസ്ഥിരത പുലർത്താനും ആഗ്രഹിക്കുമ്പോഴും തങ്ങളുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇറാന്റെ നേരിട്ടുള്ള ആക്രമണ ലക്ഷ്യങ്ങളായി മാറുന്നത് അമാന നയതന്ത്ര തലത്തിൽ കടുത്ത വെല്ലുവിളിയാണ്. ബേസിലെ ഹെലികോപ്റ്റർ പരിപാലന കേന്ദ്രങ്ങളും ഡിപ്പോകളും നശിപ്പിച്ചുവെന്ന വാദം ശരിയാണെങ്കിൽ അമേരിക്കയുടെ ഹെലികോപ്റ്റർ ദൗത്യങ്ങളെയും ദ്രുത പ്രതികരണ ശേഷിയെയും അത് സാരമായി ബാധിക്കും. യുദ്ധകാലത്തിൽ സൈനിക നീക്കങ്ങൾ നടത്താനും സാമഗ്രികൾ എത്തിക്കാനും ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളുടെ സേവനം തടസ്സപ്പെടുന്നത് താവളത്തിന്റെ പ്രവർത്തന വേഗത കുറയ്ക്കും. ഇന്ധന സംഭരണശാലകൾക്ക് നേരെയുണ്ടാകുന്ന പ്രഹരം എയർബേസിന്റെ ദൈനംദിന വ്യോമ ഓപ്പറേഷനുകളെ നിശ്ചലമാക്കാൻ പോകുന്നതാണ്. യുദ്ധവിമാനങ്ങൾക്കും മറ്റ് സഹായ വിമാനങ്ങൾക്കും ആവശ്യമായ ഇന്ധനം യഥാസമയം ലഭ്യമാകാതിരുന്നാൽ നിരീക്ഷണ ദൗത്യങ്ങളും ആക്രമണ ദൗത്യങ്ങളും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കാതെ വരും. ഉപഗ്രഹ ചിത്രങ്ങളും വാർത്താ ഏജൻസികളിൽ നിന്നുള്ള വിവരങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് ഈ സംഭവത്തിന്റെ വ്യാപ്തി കൂടുതൽ നിരീക്ഷിച്ചു വരികയാണ്. റഡാറുകൾക്ക് സമീപമുണ്ടായ സ്ഫോടനങ്ങളുടെ ആഘാതവും താവളത്തിലെ മറ്റ് ഘടനകൾക്കുണ്ടായ കേടുപാടുകളും സംബന്ധിച്ച വിവരങ്ങൾ വരും ദിവസങ്ങളിലെ യുദ്ധതന്ത്ര രൂപീകരണത്തിൽ നിർണായകമാകും. ആധുനിക യുദ്ധമുറകളിൽ സാങ്കേതിക വിദ്യയുടെ മേധാവിത്വം മാത്രം പോരെന്നും എത്രയും ശക്തമായ പ്രതിരോധ വ്യവസ്ഥകൾക്കും അപായ സാധ്യതകൾ ഉണ്ടെന്നുമുള്ള സന്ദേശമാണ് ഈ ആക്രമണം നൽകുന്നത്. പരമ്പരാഗതമായ പ്രതിരോധ കോട്ടകളെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള മിസൈൽ സാങ്കേതിക വിദ്യകളുടെ വളർച്ച ആഗോള സൈനിക തത്വങ്ങളെ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. ഇറാന്റെ ഈ പുതിയ പ്രഹരശേഷി ഗൾഫ് മേഖലയിലുള്ള മറ്റ് അമേരിക്കൻ താവളങ്ങൾക്കും ഒരു വിരൽ ചൂണ്ടലാണ്. ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്കും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ സുരക്ഷയും വിന്യാസവും പുനഃപരിശോധിക്കേണ്ട സാഹചര്യം ഇത് സൃഷ്ടിക്കുന്നു. മൊഫഗാഫ് സൽത്തി എയർബേസിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ശക്തി പരീക്ഷണത്തിലെ സുപ്രധാനമായ വഴിത്തിരിവാണ്. ഭീമമായ സാമ്പത്തിക സൈനിക നഷ്ടങ്ങൾക്കുമപ്പുറം ഭാവിയിലെ വ്യോമാക്രമണ പ്രതിരോധ തന്ത്രങ്ങളെ പുതിയ രീതിയിൽ പുനർവിചിന്തനം ചെയ്യാൻ അന്താരാഷ്ട്ര പ്രതിരോധ വകുപ്പുകളെ നിർബന്ധിതരാക്കുന്ന സംഭവവികാസങ്ങളാണ് മധ്യപൂർവേഷ്യയിൽ ഉയർന്നു വരുന്നത്.